6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. ഇത്രയും സൂപ്പർ പടം ഇതാണ് വേണ്ടത്. എമ്പുരാനോ കുമ്പുരാനോ അല്ല, ഇതാണ് പടം. തൂക്കിയെന്ന് പറഞ്ഞു ലാലേട്ടൻ. കോലവും പൊളിക്കണ കാര്യല്ലേ, ഈ ഐഡിയ വിട്ടിട്ടില്ല. അണ്ണ ഇങ്ങനെ താടിയും വളർത്തി അയ്യോ പാവം കളിച്ചു നടാ. ആർക്കടാ പ്രശ്ന? അങ്ങേര് എവിടെയും പോട്ടില്ല, അങ്ങേര് തീർന്നിട്ടില്ല. പടം വെടിക്കെട്ടാണ്. എക്സ്ട്രാ ഓർഡിനറി ലാലേട്ടൻ ഏട്ടനാണ് അത് മറക്കും. അതില് ലാലേട്ടന്റെ പെർഫോമൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്ര വർഷമായി ഇങ്ങനെ ലാലേട്ടൻ സിനിമ കണ്ടിട്ട്. 1000 അവാർഡുകളെക്കാളും ഞാൻ വിലമതിക്കുന്നത് നിങ്ങളുടെ ഈ സ്നേഹത്തെയാണ്. തിയേറ്ററിനകത്ത് ലാലേട്ടന്റെ അഭിനയത്തിന് കൈയടി. കുറച്ച് ഷോ കാണിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ലാലേട്ടൻ തിങ്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഫസ്റ്റ് ഹാഫിൽ മൊത്തം അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ കുറെ രസകരമായ റെഫറൻസസ്. ലാലേട്ടൻ തന്നെ നോക്കുക. ചുമ്മാ വില്ലൻ എന്ന് പറഞ്ഞാൽ ഇതാണ് വില്ലൻ. അല്ലാതെ ഇങ്ങനെ പുറകിൽ എന്തോ മറ്റേ ഡ്രാഗൺ വരച്ച് തിരിച്ചു നിർത്തി ലാസ്റ്റ് അതല്ല. വെറുതെ ലാലേട്ടൻ മുണ്ടി മടക്കി കുത്തുന്ന അങ്ങനത്തെ പരിപാടി അതിന്റെ കാലം കഴിഞ്ഞ്. ഹോളിവുഡ് സ്റ്റൈൽ സിനിമയിൽ നിന്ന് ശംഭൂരാന്റെ യാത്രകൾ എന്ന് പറഞ്ഞു മാറി മക്കളെ, കളി മാറി. പിന്നെ പടം തീ. ഇത് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ലാലേട്ടൻ പണിയും. അമ്മേ ഇജ്ജി പറഞ്ഞ മാതിരി ഒരു നാട്ടുരാജാവല്ല, ഒന്നൊന്നര നാട്ടുരാജാവാ. But this movie, Laletan is back. മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. Man, this movie was exceptional. കിടിലം man. Trust me, when he does that, നിങ്ങൾ കരയേണ്ടടുത്ത് കരയും, ചിരിക്കേണ്ടടുത്ത് ചിരിക്കും, പേടിക്കേണ്ടടുത്ത് പേടിക്കും. അങ്ങനൊരു ലാലേട്ടൻ ഉണ്ട് മക്കളെ. ആ മനുഷ്യനെ ഞാനിന്ന് ആ സ്ക്രീനിൽ കണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു. സൈഡ് അടിക്കാൻ പിടിക്ക കാതലിക്ക